ആലപ്പുഴ തുറവൂരിൽ മകൻ രഹസ്യമായി കുഴിച്ചുമൂടിയ അമ്മയുടെ മൃതദേഹം കണ്ടെത്തി. വീടിനകത്ത് നിന്നാണ് കുത്തിയതോട് പോലീസ് മൃതദേഹം കണ്ടെടുത്തത്. പള്ളിത്തോട് കാട് നികർത്ത് രാധയുടെ മൃതദേഹമാണ് മകൻ ഗിരീഷ് രഹസ്യമായി മറവ് ചെയ്തത്. കൊലപാതകമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മകൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കുന്നു. ശരണ്യ, എന്തായാലും ദുരൂഹതയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രവൃത്തിയിലേക്ക് ആ മകൻ പോവില്ല. ലഭിക്കുന്ന വിവരമനുസരിച്ച് കൊലപാതകം തന്നെയാണോ? എന്തെങ്കിലും വാക്ക് തർക്കമോ മറ്റെന്തെങ്കിലും മാനസിക വൈകല്യമോ ഉള്ള ആളാണോ? രഞ്ജിത്ത്, ഈ ഗിരീഷ് സ്ഥിരം മദ്യപാനിയാണ് എന്നുള്ളതാണ് നാട്ടുകാരും പോലീസും സ്ഥിരീകരിക്കുന്നത്. എപ്പോഴും മദ്യത്തിന് അടിമയായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇയാളോടൊപ്പം ഭാര്യയോ മക്കളോ ഒന്നുമില്ല. അവർ മറ്റൊരു സ്ഥലത്ത് വാടക വീട്ടിൽ താമസിക്കുകയാണ്. ഗിരീഷും അമ്മ രാധയും മാത്രമാണ് ഈ പള്ളിത്തോട്ടിലെ വീട്ടിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ രാവിലെ അമ്മ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇയാൾ വൈകുന്നേരത്തോടു കൂടി സുഹൃത്തുക്കളടക്കമുള്ള ആളുകളോട് പങ്കുവച്ചത്. മാത്രമല്ല, രാവിലെ മരണപ്പെട്ട അമ്മയെ വീടിനകത്ത് താൻ കുഴിച്ചിട്ടു എന്നുള്ള വിവരം കൂടി ഇയാൾ പങ്കുവച്ചതോടെയാണ് സംഭവത്തിൽ ദുരൂഹത വരുന്നത്. ഒപ്പം ഈ നാട്ടുകാരായ ആളുകൾ പോലീസിനെ വിവരം അറിയിക്കുകയും തുടർന്ന് ഇന്നലെ തന്നെ കുത്തിയതോടെ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. കസ്റ്റഡിയിൽ ഇരിക്കെ ഇയാൾ അമ്മ മരണപ്പെട്ടതിനെ തുടർന്ന് കുഴിച്ചിട്ടു എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ പോലും സംശയാസ്പദമായ സാഹചര്യമുണ്ട്. കാരണം മരണപ്പെട്ട വിവരം എന്തുകൊണ്ട് നാട്ടുകാരെ അറിയിച്ചില്ല, അല്ലെങ്കിൽ ബന്ധുക്കളെ അറിയിച്ചില്ല എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. ഈ രാധയും, അതായത് മരണപ്പെട്ട രാധയും മകനും മാത്രമാണ് ആ വീട്ടിലുള്ളത്. വീട് തന്നെ ഒരൊറ്റപ്പെട്ട അവസ്ഥയാണ്. ഒരു ചതുപ്പ് നിലം പോലത്തെ പ്രദേശത്താണ് ആ വീട് ഉള്ളത്. ആ വീട്ടിലേക്ക് കടക്കണമെങ്കിൽ പോലും കൃത്യമായൊരു വഴിയോ ഒന്നും സംവിധാനങ്ങളോ ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെയാണ് ഈ അമ്മയും മോനും കൂടി താമസിച്ചിരുന്നത്. മാത്രമല്ല, ഈ മദ്യപിച്ച് വരുന്ന ഘട്ടത്തിൽ ഗിരീഷും അമ്മയും തമ്മിൽ വഴക്കുണ്ടാകാറുണ്ട് എന്നുള്ളതും നാട്ടുകാർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി ആ രീതിയിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടി നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഇയാൾ ഈ മൃതദേഹം അല്ലെങ്കിൽ മരണപ്പെട്ട വിവരം ആളുകളെ അറിയിക്കാതിരുന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് തൊട്ട് ഗിരീഷ് എന്തായാലും കുത്തിയതോടെ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അല്പസമയം മുമ്പ് RDO എത്തി. RDOയുടെ സാന്നിധ്യത്തിൽ കുത്തിയതോടെ പോലീസ് മൃതദേഹം എടുത്തിട്ടുണ്ട്. വീടിനകത്തെ അടുക്കളയുടെ ഭാഗത്തോട് ചേർന്നാണ് ഇവരെ മറവ് ചെയ്തിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം മൃതദേഹം എടുത്ത് ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് പോയാൽ മാത്രമേ എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് കണ്ടെത്താനാവുകയുള്ളൂ. നിലവിൽ സംശയാസ്പദമായ സാഹചര്യമാണ് ഉള്ളത്. ആ സാഹചര്യത്തിലാണ് ഈ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. രഞ്ജിത്ത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.